നമ്മുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായുണ്ട്. സമീർ സി മുഹമ്മദ്, YS അഭിനന്ദ്, മിഥില ബാലൻ എന്നിവർ. ആദ്യം സമീർ സി മുഹമ്മദിലേക്കാണ്. സമീർ, ഇപ്പോൾ ഈ പൊതുപ്രവർത്തകൻ പറഞ്ഞത് കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ആ പിതാവ് എന്നതാണ്. ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുമെന്നൊന്നും ആരും കരുതിയിരുന്നില്ല. ഇന്നലെ വരെ സംസാരിച്ചതാണ് ഈ പൊതുപ്രവർത്തകനോട് അദ്ദേഹം. പക്ഷേ ചില കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. ഒടുവിൽ ഇങ്ങനൊരു ആക്രമണത്തിലേക്ക് അദ്ദേഹം മുതിരുകയായിരുന്നു. ഇന്ന് സംഭവിച്ചത് എന്താണ്? എപ്പോഴായിരുന്നു ഈ സംഭവം? സമീറിന് കേൾക്കാമോ? അനുജ, ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. വളരെ ആസൂത്രിതമായി ആയുധവുമായി എത്തിക്കൊണ്ടാണ് സനൂപ് ഡോക്ടർ വിപിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഒരു ബാഗിലാണ് ഈ വ്യക്തി ഈ ഒരു ആയുധം കൊണ്ടുവന്നിരുന്നത്. വളരെ മൂർച്ചയേറിയ കൊടുവാളുമായാണ് ഇയാൾ എത്തിയത്. പിന്നീട് ഈ ഡോക്ടറെ തലക്ക് വെട്ടുകയായിരുന്നു. തലയിൽ ആഴത്തുള്ള മുറിവാണ് ഉള്ളത്. ആദ്യം താലൂക്ക് ആശുപത്രിയിലെ ചികിത്സ നൽകി. എന്നാൽ വളരെയേറെ പരിക്കുണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലാണ് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഡോക്ടർ വിപിനെ ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ചികിത്സയിലാണ്. ഇപ്പോൾ ഡോക്ടർമാരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമൊക്കെ ഇവിടെ എത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. അദ്ദേഹം ന്യൂറോ സർജൻ വിഭാഗത്തിലാണുള്ളത്. തലയോട്ടിയോട്ട് ചെറിയ ഒരു പൊട്ടലുണ്ട്, ആഴത്തുള്ള മുറിവാണുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു സർജറി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സർജറി ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് KGMOയെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. ഇന്ന് മുതൽ വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ മുഴുവൻ OPകളും കോഴിക്കോട് ജില്ലയിൽ ബഹിഷ്കരിക്കാനാണ് KGMOയെ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിനും KGMOയെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വന്ദന ദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പശ്ചാത്തലം, അതിനെ തുടർന്ന് സർക്കാർ പല തരത്തിലുള്ള സുരക്ഷാ ആക്രമണത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ വരുന്ന പ്രേക്ഷകർക്ക് അറിയാൻ കൂടി വേണ്ടിയാണ്. ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? 2 കുട്ടികളുമൊത്താണ് ഇയാൾ വന്നത്. കുട്ടികളെ പുറത്ത് നിർത്തിക്കൊണ്ട് അകത്തേക്ക് കയറി സൂപ്രണ്ടിനെ അന്വേഷിച്ചാണ് മുറിക്കകത്തേക്ക് കയറിയത് എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് നൽകാനുള്ള വിവരങ്ങൾ പറയൂ. അനുജ സൂചിപ്പിച്ചതുപോലെയാണ് 2 കുട്ടികൾക്കൊപ്പമാണ് ഈ സനൂപ് അവിടെ ആശുപത്രിയിൽ എത്തിയത്. പിന്നീട് ഈ 2 കുട്ടികളെയും അവിടെ പുറത്തു നിർത്തി. ആ പുറത്തു നിർത്തിയ ശേഷം ഇയാൾ ഈ ബാഗുമായി അകത്തേക്ക് കയറുകയായിരുന്നു. ആ ബാഗിനകത്ത് ഈ കൊടുവാളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ മോളെ കൊന്നില്ലേ എന്നും ആക്രോശിച്ചുകൊണ്ടാണ് ഇയാൾ അക്രമാസക്തനാവുകയും ഡോക്ടർ വിപിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹത്തിന്റെ 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി മരിച്ചത്. പെൺകുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചായിരുന്നു മരണം ഉണ്ടായിരുന്നത്. അതിന്റെ പ്രാഥമിക ചികിത്സ നേടിയത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെ നിന്ന് ആശുപത്രി അധികൃതർക്ക് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അതുമായി ഈ കുട്ടിയുടെ മരണശേഷം വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അതിന് പിറകെയാണ് ഇന്ന് ഉച്ചയോടുകൂടെ ആശുപത്രിയിൽ എത്തുകയും ഈ വിധത്തിലുള്ള അക്രമം അഴിച്ചുവിടുകയും ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ഈ വ്യക്തിയെ അവിടെ ഉണ്ടായിരുന്ന ആശുപത്രിയിലെ ജീവനക്കാരും അതുപോലെ തന്നെ മറ്റു ഡോക്ടർമാർ സഹപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഡോക്ടർ വിപിന്റെ സഹപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സനൂപിനെ പിടികൂടിയത്. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം താമരശ്ശേരി പോലീസിൽ അറിയിച്ചത്. പിന്നീട് താമരശ്ശേരി പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഒപ്പം തന്നെ വെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ള ഈ കൊടുവാളും കണ്ടെടുത്തു. വളരെ ആസൂത്രിതമായാണ് ഇയാൾ എത്തിയത്. ഈ കുട്ടികൾക്കൊപ്പം എത്തുന്നു, ബാഗിൽ സൂക്ഷിച്ച കൊടുവാളുമായി അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് പരിക്കേറ്റ ഡോക്ടർ വിപിനെ ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. ബേബി ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് KGMOയെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അനുജ, സമീർ, അതിലിപ്പോൾ KGMO എങ്ങനെയാണ് പ്രതിഷേധിക്കാൻ പോകുന്നത്? നാളെ കോഴിക്കോട് ജില്ലയിൽ OPകൾ ബഹിഷ്കരിച്ചുള്ള സമരത്തിലേക്ക്, അങ്ങനെ വരും ദിവസങ്ങളിലും സമരത്തിലേക്ക് കടക്കുന്നു, പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു KGMOയെ. തീർച്ചയായും ഡോക്ടർ വന്ദന ദാസിന്റെ മരണത്തിന് പിന്നാലെ, ആ ക്രൂരമായ കൊലപാതകത്തിന് പിന്നാലെ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആശുപത്രിയിൽ ഉണ്ടാകും എന്നായിരുന്നു സർക്കാരിന്റെ അറിയിപ്പ്. എന്നാൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഡോക്ടർ വിപിനെ തലക്ക് വെറ്റേറ്റ സംഭവം ഉണ്ടാകുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന് KGMOയെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാളെ OPകൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് കോഴിക്കോട് ജില്ലയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിനും KGMOയെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം.
നിയമനിർമ്മാണം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല. ആശുപത്രികളിൽ ആവശ്യത്തിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകണം, CCTV സ്ഥാപിക്കണം, അതുപോലെ തന്നെ പോലീസിന്റെ സാന്നിധ്യം ഉൾപ്പെടെ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് KGMOയെ സർക്കാരിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ പൂർണ്ണ തോതിൽ പാലിക്കപ്പെട്ടിട്ടില്ല. അതിന് പിറകെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുക കൂടി ചെയ്യുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിധത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് KGMOയെ കടക്കുന്നത്. വളരെയേറെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സ്വതന്ത്രവും സുതാര്യവുമായിട്ടുള്ള സത്യസന്ധവുമായിട്ടുള്ള അവർക്കുള്ള തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. ആ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്, പക്ഷേ ആ അവകാശങ്ങൾ പൂർണ്ണമായും അവർക്ക് പാലിക്കാൻ കഴിയുന്നില്ല. അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു, ആരോഗ്യ മേഖലയിലെ ജീവനക്കാർ പറയുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അവർ ഈ ആശങ്ക പങ്കുവെക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അവർ ഈ വിധത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്, ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അനുജ, ഞാൻ തിരികെ എത്താം സമീറിലേക്ക്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് YS അഭിനന്ദ് ഉണ്ട്. അഭിനന്ദ്, അദ്ദേഹത്തിന് ആരോഗ്യനിലയിൽ ഇപ്പോൾ പ്രശ്നമില്ല, ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് നേരത്തെ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞത്. തലച്ചോറിലേക്ക് മുറിവ് പോയിട്ടില്ല, തലയൊട്ടിക്ക് ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലേക്ക് ഇപ്പോൾ സ്റ്റേബിൾ ആണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം, അല്ലേ? അനുജ, ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതരും ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. ആദ്യം തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് വിശദമായിട്ടുള്ള പരിശോധനകളിലേക്ക് കടന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ CT സ്കാൻ ആയിരുന്നു നടത്തിയത്. CT സ്കാൻ ശേഷം രണ്ടാം ഘട്ടത്തിലാണ് പിന്നീട് തലച്ചോറിന് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള അനുമാനത്തിലേക്ക് എത്തിയിരുന്നു. പിന്നീട് അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാം തവണ വീണ്ടും പരിശോധിച്ചത്. അതിലിപ്പോൾ തലച്ചോറിൽ ഗുരുതരമായി തന്നെ പരിക്കില്ല, തലയോട്ടിയിലാണ് പരിക്കേറ്റിട്ടുള്ളത്. തലയോട്ടിയിൽ പരിക്കേറ്റ് അതിന് കൂടുതൽ സ്റ്റിച്ചുകളൊക്കെ ഇടേണ്ടതുണ്ട്. അതിന് ഒരു ചെറിയൊരു ശസ്ത്രക്രിയ മാത്രമാണ് ചെയ്യേണ്ടത്. അതിന് 2 മണിക്കൂർ നിരീക്ഷണത്തിലേക്ക് പോകും. ആ 2 മണിക്കൂർ നിരീക്ഷണം പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചതിന് ശേഷം ശസ്ത്രക്രിയയിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നടന്ന സംഭവങ്ങൾ, ഒപ്പം തന്നെ അദ്ദേഹം ആംബുലൻസിൽ ഇങ്ങോട്ടേക്ക് എത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ അദ്ദേഹത്തിനെ പരിശോധിച്ച ഡോക്ടർമാരുമായിട്ട് പങ്കുവച്ചിരുന്നു. അത്തരത്തിലേക്ക് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് വൈറ്റൽസ്, ബ്ലഡ് പ്രഷർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നോർമലാണ്. അപ്പോൾ അദ്ദേഹം വളരെ നന്നായി തന്നെ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. അപ്പം ശസ്ത്രക്രിയയ്ക്ക് ശേഷം അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു മുറിവ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ആ മുറിവ് കൃത്യമായി തന്നെ പഠിക്കേണ്ടതുണ്ട്, ആ മുറിവിൻ്റെ അവസ്ഥ വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ 2 മണിക്കൂർ നിരീക്ഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ആശുപത്രി അധികൃതർ കടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് KGMOയെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അല്പസമയം മുമ്പ് KGMOയുടെ ഭാരവാഹി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായില്ലെങ്കിൽ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുന്നിൽ തന്നെ പ്രതിഷേധം തുടരും എന്ന് പറയുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും അത്യാഹിത വിഭാഗത്തിലെ സേവനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ സേവനങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ കൂടി ഇപ്പോൾ KGMOയെ തീരുമാനമെടുത്തിരിക്കുന്നു. IMAയുടെ പ്രതിനിധിയുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ നിയമസഭയിലടക്കം പ്രമേയങ്ങൾ പാസാക്കി, ബില്ലുകൾ പാസാക്കി, ആരോഗ്യമന്ത്രിക്ക് നിവേദനങ്ങൾ നൽകി, പ്രതിഷേധത്തിലേക്ക് പോയി. എന്നിട്ടും ഒരു തരത്തിലുള്ള അറുതിയും ഉണ്ടാകാത്തതെന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രി ഉണ്ടായത്. അതുകൊണ്ട് ഏതറ്റം വരെയും പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇപ്പോൾ KGMOയുടെ തീരുമാനം എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ മറ്റൊരു ആദ്യഘട്ടത്തിൽ തന്നെ ഡോക്ടറുടെ ആരോഗ്യനിലയുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കയുണ്ടായിരുന്നു. ആശങ്ക തന്നെ പൂർണ്ണമായും പരിഹരിക്കപ്പെടുകയാണ്, ആരോഗ്യനില തൃപ്തികരമാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി DMOയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം കൂടി ആരോഗ്യമന്ത്രി DMOയ്ക്ക് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ എത്തി എന്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ നൽകേണ്ട ചികിത്സ എന്നടക്കം ഡോക്ടറുമായിട്ട് ആശയവിനിമയം നടത്തി. പക്ഷേ അദ്ദേഹം DMO മറ്റൊരു പ്രതികരണത്തിലേക്കും തയ്യാറായില്ല. ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം തന്നെ മറുപടി പറയാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ വളരെ സുഖമായിരിക്കുന്നു, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യഘട്ടത്തിലൊക്കെയുള്ള ആശങ്ക ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് ആശുപത്രി എതിരെ വ്യക്തമാക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ കൂടിയുള്ള തീരുമാനത്തിലേക്ക് KGMOയും IMAയും സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിലേക്ക് KGMOയെ കടക്കുന്നു എന്നതും അവർ പ്രതികരണത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. മിഥില ബാലൻ കൂടിയുണ്ട്. മിഥില, ഇതിലൊരു പൊതുപ്രവർത്തകൻ ഷംസീർ എന്നയാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. വലിയ മാനസിക പ്രശ്നത്തിലൂടെയാണ് പിതാവ് കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. തുടർച്ചയായി ഇദ്ദേഹത്തെ ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഷംസീറിനെ. ഇന്നും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു ഷംസീറിനെ, പക്ഷേ ഷംസീറിന് ഫോൺ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ പിതാവ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അവർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നോ? കുട്ടിയുടെ ചികിത്സ ശരിയായില്ല എന്നൊക്കെയുള്ള തരത്തിലേക്ക് എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയോ ഷംസീർ? അനുജ,
ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ 9 വയസ്സുകാരി മരിച്ച ആ സമയത്ത് അല്ലെങ്കിൽ ആ ചികിത്സാ വേളയിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു ഇത്തരത്തിൽ ഈ കുടുംബത്തിൻ്റെ ഒരു പരാതി എന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രി, നമ്മളിപ്പോൾ നിൽക്കുന്ന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൃത്യമായ ഒരു ചികിത്സ ഈ കുട്ടിക്ക് ലഭിച്ചില്ല എന്ന ഒരു പരാതിയായിരുന്നു അന്നവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം തന്നെ അന്ന് ആശുപത്രി അധികൃതരുടെ ഒരു വിശദീകരണം തേടിയപ്പോൾ കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ടായിരുന്നു. ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരോഗ്യനില മോശമായതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ 9 വയസ്സുകാരുടെ. അന്നു മുതൽ തന്നെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഈ കുടുംബം ഉണ്ടായിരുന്നത്, പിതാവ് ഉണ്ടായിരുന്നത്. നമ്മളോട് ഇവിടെ എത്തിയ സമയത്ത് ഷംസീർ, അതായത് പൊതുപ്രവർത്തകനാണ്, ഷംസീറാണ് അന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഷംസീർ പറഞ്ഞ ഒരു കാര്യം എന്നത് ഇന്നലെ വൈകുന്നേരം ഇയാളുമായി, ആ പിതാവ് ഷംസീറുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തനിക്ക് നീതി കിട്ടിയില്ല, തൻ്റെ മകൾക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഇത്തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഷംസീർ അത് തിരക്കിലായതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. ഇന്ന് 11 മണി മുതൽ, രാവിലെ 11 മണി മുതൽ ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു മുറിയിൽ വെച്ചാണ് ഈ ഒരു സംഭവം, ഈ ഡോക്ടർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. 11 മണി മുതൽ തന്നെ ഈ ആശുപത്രി കോമ്പൗണ്ടിൽ ഈ പിതാവ് ഉണ്ട് എന്ന്, പിതാവിനെ കണ്ട ആളുകളുണ്ട്. കൃത്യമായി തന്നെ ഒരു ആസൂത്രണത്തോടെ തന്നെയാണ് ഇയാൾ ഇവിടെ എത്തിയത് എന്ന് തന്നെയാണ് നിലവിൽ പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ബാഗിൽ ഇത്തരത്തിലുള്ള ഒരു ആയുധം കരുതിയിട്ടുണ്ടായിരുന്നു. നേരെ സൂപ്രണ്ടിൻ്റെ മുറിയിലേക്കാണ് വന്നത്. പക്ഷേ സൂപ്രണ്ടിൻ്റെ മുറിയിൽ സൂപ്രണ്ട് ഉണ്ടായിരുന്നില്ല. സൂപ്രണ്ടിൻ്റെ മുറിയിലിരുന്ന് എന്തോ കേസ് റെക്കോർഡ് നോക്കുകയായിരുന്നു ഈ ഡോക്ടർ വിപിൻ. ആ സമയത്താണ് ഡോക്ടർ വിപിൻ ഇത്തരത്തിൽ ഒരു ആക്രമണം നേരിടേണ്ടി വന്നത്. ഉടൻ തന്നെ ഇവിടെ നിന്നും പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു പ്രതിയെ, അതായത് ഈ കുട്ടിയുടെ അച്ഛനെ ഇവിടെ നിന്നും താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ, നേരത്തെ KGMOയെ പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലയിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്യുക എന്ന ഒരു തീരുമാനത്തിലായിരുന്നു. ഈ സംഭവം അന്ന് റിപ്പോർട്ട് ചെയ്തത് മിഥില തന്നെയാണല്ലോ. അന്ന് രാവിലെ ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു, താലൂക്ക് ആശുപത്രിയിലേക്ക്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ്, അതായത് വൈകുന്നേരം ആകുമ്പോഴേക്കാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ചികിത്സ വൈകിപ്പിച്ചു എന്നൊരു പരാതി അന്ന് തന്നെ കുടുംബം ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ ആശുപത്രി അധികൃതർ അത് നിഷേധിച്ചിരുന്നു. പിന്നീട് പോലീസ് കേസെടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അസ്വാഭാവിക മരണത്തിന്. അതിലൊക്കെ അന്വേഷണം എന്തായി? തുടരന്വേഷണം എങ്ങനെ നടന്നിരുന്നു? അനുജ തീർച്ചയായും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അനുജ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ആശുപത്രിയിൽ, പനിയുമായി രാവിലെ ആശുപത്രിയിൽ എത്തുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിയ സമയത്ത് ആ കുട്ടിക്ക് വേണ്ടത്ര ചികിത്സ നൽകിയില്ല എന്ന് പറയുന്നു. പിന്നീട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ കുട്ടിയുടെ ആരോഗ്യനില മോശമാവുന്നു. അങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് ഈ ഒരു രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് തന്നെയാണ് കേസെടുത്തത്. അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് കേസ് നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ കുട്ടി മരിച്ചു അന്ന്, അതായത് ഈ ഒരു സംഭവം ഉണ്ടായി. ഈ കുട്ടിയെ രാവിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു. താലൂക്ക് ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നൽകുന്നു. പ്രാഥമിക ചികിത്സ നൽകി കുട്ടിയുടെ ആരോഗ്യനില പിന്നീട് വളരെ മോശമാവുന്നു. അതാണ് കുടുംബം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പരാതി എന്നത്. ഇത്തരത്തിൽ കുട്ടിയുടെ ആരോഗ്യനില മോശമായിട്ടും വേണ്ടത്ര ചികിത്സ നൽകിയില്ല. ആരോഗ്യനില മോശമായതിന് പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ഈ കുട്ടി മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ കുടുംബം ഈ ഒരു പരാതി ഉന്നയിക്കുകയും നമ്മൾ ഉൾപ്പെടെയുള്ള വാർത്താമാധ്യമങ്ങളെല്ലാം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. താമരശ്ശേരി പോലീസ് അന്വേഷണം നടത്തിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് ഷംസീർ, നമ്മുടെ അടുത്ത് ആ പൊതുപ്രവർത്തകൻ സംസാരിച്ചതുപോലെ, ആ ഒരു സംഭവത്തിന് പിന്നാലെ ഈ കുടുംബം വലിയ രീതിയിലുള്ള ഒരു മാനസിക സംഘർഷത്തിലായിരുന്നു. പിതാവ് മാനസിക സംഘർഷത്തിലുണ്ടായിരുന്നു. പിന്നാലെ ഈ കുട്ടിയുടെ ഒരു സഹോദരന് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയും ആ കുട്ടി റിക്കവർ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ വാർത്ത നൽകിയതാണ്. നിലവിൽ ഈ ഒരു കുട്ടി മരിച്ചതിന് പിന്നാലെ ഈ കുടുംബം വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി പിതാവ് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഉണ്ടായതെന്ന് ഷംസീറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഷംസീർ പറഞ്ഞ ഒരു കാര്യം എന്നത്, ഇന്ന് രാവിലെ 11 മണി മുതൽ ഈ ആശുപത്രി കോമ്പൗണ്ടിൽ ഈ പിതാവുണ്ട്. സൂപ്രണ്ടിൻ്റെ മുറിയിലെത്തുന്നു. നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ ഈ താലൂക്ക് ആശുപത്രിയിലെ ഈ മുറിയാണ് സൂപ്രണ്ടിൻ്റെ മുറി. അവിടെയാണ് ഈ ഒരു വിപിൻ ഡോക്ടർ ഉണ്ടായിരുന്നത്. സൂപ്രണ്ട് ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയ ഉടൻ തന്നെ ഈ കയ്യിലുണ്ടായിരുന്ന ഈ ആയുധമെടുത്ത് ആക്രമിക്കുകയായിരുന്നു. അനുജ, അതാണ് ഇന്ന് സംഭവിച്ചത്.
രാവിലെ മുതൽ തന്നെ ഇയാൾ ആശുപത്രി പരിസരത്തേക്ക് എത്തിയിരുന്നു. രോഗി എന്ന തരത്തിലേക്കാണ് പിന്നീട് കയറിയത്. പക്ഷേ ബാഗിനുള്ളിൽ കൊടുവാൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 കുട്ടികളെ പുറത്ത് നിർത്തിയാണ് ഇയാൾ വന്നത്. സൂപ്രണ്ടിനെയാണ് അന്വേഷിച്ചത്, പക്ഷേ സൂപ്രണ്ട് സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നീട് ഡോക്ടർ വിപിൻ്റെ തലയ്ക്ക് വെട്ടുകയായിരുന്നു, കൊടുവാൾ ഉപയോഗിച്ച് തലയ്ക്ക് വെട്ടുകയായിരുന്നു. ഒട്ടേറെ ചോദ്യങ്ങൾ ഇപ്പോഴും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. ഡോക്ടേഴ്സിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചോദ്യങ്ങൾ, അതിൽ ചില നിർദ്ദേശങ്ങളൊക്കെ വന്ദനാദാസ് സംഭവത്തിന് ശേഷമൊക്കെ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നതാണ്. കർക്കശമായി അത് നടപ്പാക്കുമെന്ന ഉറപ്പ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും കാര്യങ്ങൾ പഴയപടി തന്നെയാണോ എന്ന ചോദ്യം വീണ്ടും ഉയർത്തുകയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലുണ്ടായ ഈ സംഭവവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.